കോട്ടയം ഭരണങ്ങാനത്ത് മീനച്ചിനാറ്റിൽ കുളിക്കുന്നതിനിടെ കാണാതായ 2 വിദ്യാർത്ഥികളുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് മുണ്ടക്കയം സ്വദേശി ആൽബിൻ ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് അടിമാലി സ്വദേശിയായ അമൽ കെ ജോമോന്റെ മൃതദേഹം കണ്ടെത്തിയത്. മീനച്ചിനാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2ാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹവും കണ്ടെത്തി. അടിമാലി സ്വദേശി കരിങ്കുളം കൈപ്പൻ പ്ലാക്കൽ വീട്ടിൽ അമൽ കെ ജോമോന്റെ മൃതദേഹമാണ് ഭരണങ്ങാനം വിലങ്ങുപാറ പാലത്തിന് സമീപത്തു നിന്ന് തന്നെ കണ്ടെത്തിയത്. ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള നന്മക്കുട്ടം പ്രവർത്തകർ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 4 പേരടങ്ങുന്ന വിദ്യാർത്ഥി സംഘം കുളിക്കാനായി മീനച്ചിനാറ്റിലെ ഭരണങ്ങാനത്തെ ഈക്കടവിൽ ഇറങ്ങിയത്. അടിയൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇവരിൽ 2 പേർ നീന്തി രക്ഷപ്പെട്ടുവെങ്കിലും മുണ്ടക്കയം സ്വദേശി ആൽബിൻ ജോസഫ്, അമൽ കെ ജോമോൻ എന്നിവർ ഒഴുക്കിൽപ്പെട്ടു. ഇതിൽ ആൽബിന്റെ മൃതദേഹം ഇന്നലെ വൈകുന്നേരത്തോടെ കുളിക്കാനിറങ്ങിയ കടവിൽ നിന്നും 200 മീറ്റർ അകലെ നിന്നും കണ്ടെത്തിയിരുന്നു. ഇന്നലെ ആൽബിന്റെ മൃതദേഹം കണ്ടെടുത്ത ഭാഗത്തു നിന്നാണ് അമലിന്റെ മൃതദേഹവും ലഭിച്ചത്. പാലായിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ ഭാഷ പഠിക്കാനെത്തിയ വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്.